നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ. സാധ്യമായതെല്ലാം ചെയ്യാൻ തയ്യാറെന്ന് വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി ഡോക്ടർ തഖ്ത് റവഞ്ചിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ഇറാന്റെ പ്രതികരണം. മാനുഷിക പരിഗണന മുൻനിർത്തി തങ്ങളാൽ കഴിയുന്നതെന്തും ചെയ്യാൻ തയ്യാറാണെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. ഇതുവരെയും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടിട്ടില്ല. 2017 കേസിനാസ്പദമായ സംഭവം നടന്നത്. 24 ഡൽഹി. 13ാമത് ആരോഗ്യ ഫിലിം ഫെസ്റ്റിവലിൽ 1ാം സ്ഥാനം നേടിയ ജീവിതം എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ അലി അരിക്കത്തിനെ മസ്ര സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദരിച്ചു. ജിദ്ദയിൽ നടന്ന പരിപാടി നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള മുക്കുണ്ണി അലി അരിക്കത്തിന് ഫലകം സമർപ്പിച്ചു. സുബൈർ ജെ കെ പൊന്നാട അണിയിച്ചു. ഷാജു അത്താണിക്കൽ, സുബൈർ ജെ കെ, അദ്നു ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഖത്തറിലെ ലുസൈൽ ബോളോവാദിൽ നടന്ന പുതുവത്സര ദിനാഘോഷങ്ങളിൽ 3 ലക്ഷം പേർ പങ്കെടുത്തതായി അധികൃതർ. 2022 ലോകകപ്പിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയും പേർ ലുസൈലിൽ ഒത്തുകൂടുന്നത്. 2022 ലോകകപ്പിന് ശേഷമുള്ള ഏറ്റവും വലിയ ജനസഞ്ചയത്തിനാണ് ലുസൈൽ മെട്രോയും പുതുവത്സര ആഘോഷവേദിയായ ലുസൈൽ ബോളിവുഡും ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ദേശീയ ദിനാഘോഷം ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷ പരിപാടികളിലെല്ലാം വെടിക്കെട്ടൊഴിവാക്കിയത് രാജ്യത്തെ വിവിധ രാജ്യക്കാരായ പ്രവാസികളിൽ വലിയ നിരാശ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പുതുവത്സര ദിനത്തിൽ ആകർഷകമായ ലേസർ പ്രദർശനവും വെടിക്കെട്ടും ഉണ്ടാകുമെന്ന വാർത്ത വലിയ സന്തോഷത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇതിനു പിന്നാലെ പുതുവർഷ പിറവിയുടെ ദിനത്തിൽ വൈകിട്ട് 6 മണി മുതൽ തന്നെ ആയിരങ്ങൾ ലുസൈൽ സ്റ്റേഡിയ പരിസരത്തെ ആഘോഷവേദിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. പിന്നെ പാട്ടും നൃത്തവും ഒക്കെയായി പ്രതീക്ഷയോടെയുള്ള കൗണ്ട് ഡൗൺ. വിവിധ രാജ്യക്കാരും ദേശക്കാരും ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മണിക്കൂറുകൾ നീണ്ട ആഘോഷം. ഇടയ്ക്ക് കൂട്ടവംശഹത്യക്കിരകളാവുന്ന ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ചെറു സംഘങ്ങളുടെ പതാകയേന്തിയുള്ള പ്രകടനങ്ങളും ശ്രദ്ധേയമായി. കൗണ്ട് ഡൗൺ സമയമായതോടെ ആവേശം അണപൊട്ടി. അതേസമയം ലുസൈൽ ബോളിവുഡിലെത്താൻ പ്രധാനമായും ദോഹ മെട്രോയെ മാത്രം ആശ്രയിച്ച 10,000-കണക്കിന് സന്ദർശകർ വെടിക്കെട്ടിന് ശേഷം തിരിച്ചു പോകാൻ ഒരേ സമയം ദോഹ മെട്രോ സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തിയത് ദോഹ മെട്രോയുടെ പ്രവർത്തനത്തെയും അവതാളത്തിലാക്കി. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് പലർക്കും മെട്രോയിൽ തിരിച്ചു പോകാൻ അവസരം ലഭിച്ചത്. കാത്തിരുന്നു മടുത്ത പലരും പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് കിട്ടിയ വാഹനങ്ങളിൽ കയറി താമസ സ്ഥലങ്ങളിൽ തിരിച്ചെത്തിയത്. എന്തായാലും വിവിധ ദേശക്കാരും ഭാഷക്കാരുമായ 10,000-ങ്ങൾ ഒരേ മനസ്സോടെ പുതിയ വർഷത്തെ വരവേറ്റും വർണ്ണശബളമായ ആകാശ കാഴ്ചകൾ ആസ്വദിച്ചുമാണ് ലുസൈൽ ബോളിവുഡിനോട് യാത്ര പറഞ്ഞത്. അൻവർ പാലേരി, 24 ദോഹ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന UAE സ്വദേശികളുടെ എണ്ണത്തിൽ വർധന. 1,31,000 സ്വദേശികൾ UAEയിലെ വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട്. സ്വദേശിവൽക്കരണ ശ്രമങ്ങൾ വൻ വിജയമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുവെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. സ്വദേശീവൽക്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അവസാനം വരെയുള്ള കണക്കുകൾ UAE മന്ത്രിസഭയുടെ ഈ വർഷത്തെ ആദ്യ യോഗത്തിലാണ് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറത്തുവിട്ടത്. നിലവിൽ 1,31,000 സ്വദേശികളാണ് UAEയിലെ വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്നത്. 350% വർധനവാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി 2022 UAE സർക്കാർ തുടങ്ങിയ നാഫീസ് പദ്ധതിയാണ് നേട്ടത്തിന്റെ പ്രധാന കാരണമെന്നും രാജ്യത്തെ സ്വദേശിവൽക്കരണ ശ്രമങ്ങൾ വൻ വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ വർഷവും 2% വർധനവ് വരുത്തി 2026 രാജ്യത്ത് 10% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്.
സ്വദേശിവൽക്കരണ നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് വൻതുക പിഴയുൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളൊന്നിന് മാസം 8,000 ദിർഹം വീതം, വർഷത്തിൽ 96,000 ദിർഹം പിഴയാണ് ഈടാക്കിയിരുന്നത്. അത് ഈ വർഷം മുതൽ ഓരോ മാസവും 9,000 ആയി ഉയർത്തിയിട്ടുമുണ്ട്. സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാത്ത കമ്പനികളെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. 24 ദുബായ്. ബഹിരാകാശത്ത് വച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 7 നടക്കും. രാവിലെ 9-നും 10 മണിക്കുമിടയിലാകും സ്പേസ് ഡോക്കിംഗ് നടക്കുക. ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ISRO ലഭ്യമാക്കുമെന്നാണ് അറിയിപ്പ്. ബംഗളൂരുവിൽ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. ഡിസംബർ 30-ന് PSLV 660-ലാണ് സ്പാഡക്സ് ദൗത്യത്തിലുള്ള ഇരട്ട ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ദൗത്യം വിജയിച്ചാൽ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. പുതുവത്സര ദിനാഘോഷങ്ങൾക്കിടെ ഉണ്ടായ ആക്രമണങ്ങൾ നടുങ്ങിയ അമേരിക്ക. ന്യൂ ഓർലിയൻസിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ സംഭവം ഭീകരാക്രമണമെന്ന സംശയം ശക്തമാക്കുകയാണ്. ട്രക്കിൽ നിന്ന് IS പതാക കണ്ടെത്തി. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 2 ആക്രമണങ്ങളെക്കുറിച്ചും FBI സമഗ്രമായ അന്വേഷണം നടത്തുന്നതായി ജോ ബൈഡൻ പറഞ്ഞു. ഇരു സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ബൈഡൻ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷണം നടത്തുമെന്നും ബൈഡൻ. അക്രമകാരി IS ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടയാളാണ്. ടെക്സസ് സ്വദേശിയായ ഷംസുദ്ദീൻ ജബ്ബാറാണ് ആക്രമണം നടത്തിയത്. ഇയാൾ US സേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. അതേസമയം നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമാകാമെന്ന് എലോൺ മസ്ക് പ്രതികരിച്ചു. ന്യൂ ഓർലിയൻസിലുണ്ടായ ഭീകരാക്രമണവുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ടാകുമെന്ന് എലോൺ മസ്ക് സംശയം പ്രകടിപ്പിച്ചു. 2 ട്രക്കുകളും വാടകയ്ക്കെടുത്തതാണെന്നും മസ്ക് ചൂണ്ടിക്കാട്ടി. ലാസ് വേഗസിലെ ഹോട്ടൽ ട്രംപ് ഇന്റർനാഷണലിനു മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂ ഓർലിയൻസ് ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ NSS നിലപാടിനെതിരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. മനത് പത്മനാഭന്റെ അഭിപ്രായത്തിന് വിപരീതമായാണ് സുകുമാരൻ നായർ പറയുന്നതെന്നും സ്വാമി സച്ചിദാനന്ദ. ക്ഷേത്രാചാരണ പരിഷ്കരണങ്ങൾ വിവാദത്തിൽ മുഖ്യമന്ത്രിയും ശിവഗിരി മഠത്തെയും G സുകുമാരൻ നായർ തള്ളിയിരുന്നു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും G സുകുമാരൻ നായർ കടന്നാക്രമിച്ചത്. ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയാകാം. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമാണെന്നും അത് തിരുത്താനാകില്ലെന്നും G സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. പിന്നാലെ G സുകുമാരൻ നായർക്ക് മറുപടിയുമായി സ്വാമി സച്ചിദാനന്ദയും രംഗത്തെത്തി. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് സ്വാമി സച്ചിദാനന്ദ. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു പരിഷ്കാരത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചു. സുകുമാരൻ നായരുടെ അഭിപ്രായം കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ പ്രവേശിക്കരുത്, ഉടുപ്പ് ഊരിയെ പ്രവേശിക്കാവൂ എന്ന് മന്നം പറഞ്ഞില്ലല്ലോ. അപ്പൊ സുകുമാരൻ നായർ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ്. നാളെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 24 ആലപ്പുഴ. കിൽഫോക്കസ് തുടരുന്നു. വയനാട് മേപ്പാടി പുത്തുമലയിൽ മാലിന്യം തള്ളാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പുത്തുമല ശ്മശാനത്തിന് സമീപമാണ് മാലിന്യം നിക്ഷേപിക്കാനെത്തിയത്. 2 ടിപ്പർ ലോറികളിലെ ടാങ്കുകളിലാണ് മാലിന്യം എത്തിച്ചത്. കക്കൂസ് മാലിന്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടിപ്പർ ലോറി ഡ്രൈവർമാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച സ്ഥലത്തിനടുത്താണ് മാലിന്യ വണ്ടികൾ തടഞ്ഞത്. 11 വർഷത്തെ പിണക്കം മറന്ന പെരുന്നയിൽ NSS വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. പെരുന്നാമണ്ണിന്റെ സന്തതിയെന്നും NSSന്റെ പുത്രനെന്നുമാണ് രമേശ് ചെന്നിത്തലയെ G സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. മുറിച്ചു മാറ്റാനാകാത്ത ബന്ധമാണ് NSSുമായുള്ളതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വൈകാരിക പ്രസംഗം. വർഷങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. താക്കോൽ സ്ഥാന പ്രസ്താവനയുടെ പേരിൽ G സുകുമാരൻ നായരുമായി അകന്ന രമേശ് ചെന്നിത്തല ഇടവേളയ്ക്ക് ശേഷം NSS വേദിയിലെത്തിയത് മന്നം ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി.
സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായയാൾ രമേശ് ചെന്നിത്തലയെന്ന് അകലം മറന്ന് ജി സുകുമാരൻ നായരുടെ പ്രസ്താവന. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്, വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. മന്ത്രി KB ഗണേഷ് കുമാറിനെയും NSSന്റെ പുത്രനെന്നാണ് ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. നന്ദി പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. മതനിരപേക്ഷതയുടെ കുലീന ബ്രാൻഡാണ് സുകുമാരൻ നായരെന്ന് രമേശ് ചെന്നിത്തല. മനംജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിനുള്ള അവസരം ജീവിതത്തിലെ വലിയ സൗഭാഗ്യം. വൈകാരികമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ പുതിയ ചേരിപ്പോരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് NSSന്റെ പിന്തുണ. രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേതും. NSSന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെ UDF വീണ്ടും അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് സൗദിയിൽ കുടുങ്ങിയ മലയാളി ഉംറ തീർത്ഥാടകരിൽ ഭൂരിഭാഗം നാട്ടിലേക്ക് മടങ്ങി. ഉംറ സർവീസ് ഏജൻസി ഉടമ അഷ്റഫ് സഖാഫി പുതിയ ഉംറ ബാച്ച് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ്. ഈ മാസം തന്നെ പുതിയ 2 ബാച്ചുകൾ സംഘടിപ്പിക്കുമെന്ന് ഇയാളുടെ വോയിസ് മെസ്സേജ് പുറത്തുവന്നു. കൃത്യമായി താമസവും ഭക്ഷണവും ഇല്ലാതെ മദീനയിലും ദമാമിലുമായി ഉംറ തീർത്ഥാടകർ കഷ്ടപ്പെട്ടത് 3 ദിവസമാണ്. മടക്കയാത്ര ടിക്കറ്റില്ലാതെ തീർത്ഥാടകരെ സൗദിയിൽ ഉപേക്ഷിച്ച് ഏജന്റ് നാട്ടിലേക്ക് മുങ്ങിയതോടെ താമസവും ഭക്ഷണവും മടക്കയാത്രയും പ്രതിസന്ധിയിലായിരുന്നു. സുമനസുകളുടെ സഹായത്തോടെ വിമാന ടിക്കറ്റ് എടുത്ത് തീർത്ഥാടകർ ഇന്ന് ദമാം വഴി നാട്ടിലേക്ക് മടങ്ങി. മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് ഉടമ കർണാടകയിലെ പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് തീർത്ഥാടകർ. അതിനിടെ പുതിയ ഉംറ ബാച്ച് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് സർവീസ് ഏജൻസി. ആരെതിർത്താലും ഇനിയും തീർത്ഥാടകരെ കൊണ്ടുപോകുമെന്ന് വെല്ലുവിളി സ്വരത്തിൽ പറയുന്ന അഷ്റഫ് സഖാഫിയുടെ വോയിസ് മെസ്സേജ് പുറത്തുവന്നു. തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തകരോടായിരുന്നു ഇയാളുടെ പ്രതികരണം. നീ എഴുതി വെച്ചോ മോനെ, നീ എഴുതി വെച്ചോ. ജനുവരി 24-നും ജനുവരി 21-നും ഞാൻ ബാച്ച് കൊണ്ടുപോകും. എഴുതി വെച്ചോ. ഞാൻ സമയത്ത് വിളിക്കാം. നിന്റെ പേര് എന്തെങ്കിലും അഡ്രസ് ഞാൻ എഴുതി വെക്കുന്നത്. കൊണ്ടുപോകുന്ന സമയത്ത് വീഡിയോ എനിക്ക് ഞാൻ അയച്ചു തരാം. നിന്റെ പേരും നിന്റെ അഡ്രസ്സും താ. ഈ മൊബൈൽ നമ്പർ ഞാൻ ഏഡാക്കി വെക്കാം. നോക്കണം. അങ്ങനത്തെ ആണ് മോനി എങ്കിൽ ഇൻഷാ അല്ലാഹ് ചാലഞ്ച്. 65,000-ഓളം രൂപ കൊടുത്ത് 15 ദിവസത്തെ പാക്കേജിലാണ് തീർത്ഥാടകർ സൗദിയിലെത്തിയത്. ചുരുങ്ങിയ നിരക്കിൽ ഉംറ പാക്കേജ് എന്ന വാഗ്ദാനവുമായി തീർത്ഥാടകരെ വഞ്ചിക്കുന്ന സർവീസ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമുയരുന്നുണ്ട്. അതേസമയം കുറഞ്ഞ നിരക്കിൽ പാക്കേജ് വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികളുടെ ആധികാരികതയെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും തീർത്ഥാടകരും പഠിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണയും ഇരുട്ടടി. കൊച്ചി, കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 40,000 രൂപ അധികമായി നൽകണം. 1,25,000 രൂപയാണ് കരിപ്പൂരിൽ നിന്നുള്ള നിരക്ക്. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്ന തീർത്ഥാടകർക്ക് ഇത്തവണയും കൈപ്പൊള്ളും. കൊച്ചിയിൽ നിന്ന് 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയും നിരക്കുള്ളപ്പോൾ കരിപ്പൂരിൽ നിന്ന് ഈടാക്കുന്നത് 1,25,000 രൂപ. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികമായി നൽകണം. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്നതും കരിപ്പൂർ വഴിയാണ്. 5,755 പേർ. കണ്ണൂരിൽ നിന്ന് 4,026 പേരും കൊച്ചിയിൽ നിന്ന് 5,422 പേരുമാണ് ഹജ്ജിനായി പോകുന്നത്. കരിപ്പൂരിൽ നിന്നുള്ള 2024 ഹജ്ജ് യാത്രാ നിരക്ക് 1,65,000 രൂപയായിരുന്നു ആദ്യം. നിരക്ക് കുറക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 1,27,000 ആക്കിയിരുന്നു. സ്വകാര്യ ഏജൻസിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് പോകാൻ ശേഷിയില്ലാത്തവരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ. നിരക്ക് വർധന കൊള്ളയെന്നും അനീതിയെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ 24നോട് പറഞ്ഞു. ഹജ്ജ് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യക്കും പരാതി നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. കണ്ണൂരിലും അതോടൊപ്പം തന്നെ കൊച്ചിയിലും ഉള്ള ഫ്ലൈറ്റ് ചാർജിനേക്കാൾ 39,000 രൂപ അധികമാണ് ഈ ഒരു സെക്ടറിൽ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ അനീതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര
വ്യോമയാന വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രിക്കും ഒക്കെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട്. എയർ ഇന്ത്യ മാനേജ്മെൻറ്റിന് നമ്മൾ പ്രത്യേകം ഒരു പരാതി ഇപ്പോൾ തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്ന SDPI പ്രതികരണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. താനൂരിൽ വിജയിക്കാൻ എല്ലാവരും സഹായിച്ചെന്ന വി അബ്ദുറഹ്മാന്റെ മറുപടി SDPI ബന്ധം സമ്മതിക്കുന്നതാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി. താനൂരിൽ മതനിരപേക്ഷമായാണ് ജയിച്ചതെന്നാണ് CPIM പ്രതികരണം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയം മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയിലാണെന്ന വിജയരാഘവന്റെ പ്രസ്താവനയെ അനുകൂലിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി വന്ന വഴി മറക്കരുത് എന്ന SDPI പ്രതികരണം. താനൂരിൽ വി അബ്ദുറഹ്മാന് SDPI പിന്തുണ ലഭിച്ചെന്ന വ്യാഖ്യാനങ്ങൾക്കും ഇത് ഇടയാക്കി. താനൂരിൽ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചെന്നാണ് വിവാദങ്ങളോട് മന്ത്രിയുടെ പ്രതികരണം. താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു രീതി ഇന്നേ വരെ എടുത്തിട്ടില്ല, ഇനി അത് ആലോചിക്കുന്നില്ല. കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട. എന്നാൽ മന്ത്രിയുടെ പ്രതികരണം ഏറ്റുപിടിച്ച മുസ്ലിം യൂത്ത് ലീഗ് SDPI ബന്ധം മന്ത്രി സമ്മതിക്കുകയാണെന്ന് ആരോപിച്ചു. വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയായത് SDPIയുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ഞങ്ങൾ മുമ്പ് പലതവണ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ SDPI തന്നെ അക്കാര്യം പരസ്യമായി സമ്മതിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. മന്ത്രി തന്നെ SDPIയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇന്ന് സമ്മതിച്ചത്. അപ്പോൾ CPM ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ SDPIയുടെ വോട്ട് വാങ്ങിയ മന്ത്രി വി അബ്ദുറഹ്മാനോടുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ SDPI ബന്ധം പൂർണ്ണമായും തള്ളുകയാണ് CPIM. താനൂരിലെ വിജയം മതനിരപേക്ഷമായെന്ന CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. ആ SDPIയുടെ പ്രതികരണത്തെയും ഇവിടെ ഫിറോസിൻ്റെ പ്രതികരണത്തെയൊക്കെ തന്നെ ഞങ്ങളത് തള്ളിക്കളിയാണ്. ഒരു മത തീവ്ര സംഘടനകളുടെയും സഹായത്തോടു കൂടിയല്ല അബ്ദുറഹ്മാൻ ജയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ വോട്ടാണ്, സ്വകാര്യ വോട്ടാണ്. ആരെങ്കിലും ഏതെങ്കിലും അതിന് അനുഭാവികളോ ആരെങ്കിലുമൊക്കെ അത്തരം സംഘടനകളുടെ അനുഭാവികളോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടില്ല എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, പരിശോധിക്കാനും കഴിയില്ലല്ലോ. കോൺഗ്രസിനും UDFനും എതിരെ SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച CPM രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് SDPI ബന്ധം ആരോപിച്ച മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിലപാട് ഘടിപ്പിക്കുന്നത്. 24 തിരൂർ. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിന് വിമർശനം. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പൊതുപ്രവർത്തകരോട് പല പോലീസ് ഉദ്യോഗസ്ഥരും മാന്യതയില്ലാതെയാണ് പെരുമാറുന്നതെന്നാണ് വിമർശനം. ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. സമ്മേളനം നാളെ സമാപിക്കും. വിവിധ ആവശ്യങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാൽ ഉദ്യോഗസ്ഥരിൽ പലർക്കും പൊതുപ്രവർത്തകരോട് പുച്ഛമാണ്. പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും മാന്യതയില്ലാതെ പെരുമാറുന്നത് പതിവാണെന്നും വിമർശനം ഉയർന്നു. അല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചില ഉദ്യോഗസ്ഥന്മാർ ഒരു പൊതുപ്രവർത്തകർ ചെല്ലുമ്പോൾ കാര്യമായി മാന്യമായി പെരുമാറുന്നതിന് പകരം അമാന്യമായി പെരുമാറുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെയുള്ള കറുത്ത വെച്ചുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. മുഖ്യമന്ത്രി തന്നെ പറയുന്നതല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ചില ഓഫീസുകളിൽ ഉണ്ടാവും. അത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ സഖാക്കൾ ചർച്ചയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന സാധാരണക്കാരോട് സാങ്കേതികത്വം പറഞ്ഞ് തിരിച്ചയക്കുന്നത് പതിവാണെന്നും 15ലധികം പ്രതിനിധികൾ വിമർശനവുമായി ഉന്നയിച്ചു. വിജയരാഘവന്റെ മാപ്ര പരാമർശത്തിലും വിമർശനം ഉയർന്നിരുന്നു. 3 ദിവസങ്ങളിലായി താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങളാൽ സ്ഥാനത്ത് നിന്ന് മാറാൻ നിലവിലെ സെക്രട്ടറി EN മോഹൻദാസ് താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ VP അനിൽ, E ജയൻ, മുൻ MLA V ശശികുമാർ എന്നിവരുടെ പേരുകളാണ് പുതിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. 24 തിരൂർ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽ അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ KFC നിക്ഷേപിച്ചത് 60 കോടി രൂപയെന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ ധനമന്ത്രി KN ബാലഗോപാലും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും തള്ളി. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചട്ടങ്ങൾ മറികടന്ന് പണം നിക്ഷേപിച്ചുവെന്നാണ് ആരോപണം. 60 കോടി 80 ലക്ഷം രൂപയാണ് 2018 നിക്ഷേപിച്ചത്. കമ്പനി ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലത്തായിരുന്നു ഇത്. 2019 കമ്പനി അടച്ചുപൂട്ടി. 2018, 19, 2019, 20 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ വാർഷിക റിപ്പോർട്ടിൽ ഈ കമ്പനിയുടെ പേര് പോലും പറഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. 2019 ഈ കമ്പനി പൂട്ടി, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല.
7,09,00,000 രൂപ കിട്ടിയ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. കമ്പനി അടച്ചുപൂട്ടിയതിന് പിന്നാലെ 7,09,00,000 രൂപ തിരികെ ലഭിച്ചു. പലിശ അടക്കം കിട്ടേണ്ട 101 കോടി രൂപ നഷ്ടപ്പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപണം തെളിയിക്കട്ടെ എന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ മറുപടി. 17% ക്യാപിറ്റൽ അഡക്വസി ഉണ്ടാവുക, 12,000 കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക, AA ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക. അങ്ങനൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ് അഴിമതിയായിട്ട് മാറുന്നത്? നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിക്ഷേപം നടത്തിയതെന്നും നഷ്ടപരിഹാരത്തിന് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കെ.എൻ. ബാലഗോപാൽ. അതിനകത്ത് അന്നത്തെ നിക്ഷേപത്തിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് KFC ആ കാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ നിക്ഷേപത്തിനകത്ത് ചില കമ്പനികളിൽ ബിസിനസ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും വരാം. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. ചെറുകിട നിക്ഷേപകരെ സഹായിക്കാൻ ആരംഭിച്ച KFCയെ സംബന്ധിച്ച ആരോപണത്തിന് വരും ദിവസങ്ങളിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. 24 തിരുവനന്തപുരം. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട കേസിൽ 1-ാം പ്രതിയും സംഘാടകരായ മൃദംഗാവിഷൻ MD-യുമായ നികോഷ് കുമാർ അറസ്റ്റിൽ. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്തപരിപാടിക്കെതിരെ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് നിലപാട്. സംഘാടകരെ മൃദംഗാവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച പോലീസ് അപകടത്തിൽ GCDAക്ക് വിശദീകരണം തേടി നോട്ടീസ് നൽകി. കൊച്ചി റേ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം പരിശോധന നടത്തിയത്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ വേദിയിൽ നിന്ന് ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഒരാൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത വേദിയാണ് സ്റ്റേഡിയത്തിൽ സംഘാടകർ ഒരുക്കിയതെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഡി ഗുഗേഷും മനു ഭാക്കറും ഉൾപ്പെടെ 4 പേർക്ക് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർക്ക് അർജുന അവാർഡും ലഭിക്കും. മലയാളി ബാഡ്മിന്റൺ കോച്ച് S. മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരവും സമ്മാനിക്കും. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ഒളിമ്പിക്സ് ഹോക്കിയിൽ ടീം ഇന്ത്യയെ വെങ്കല മെഡലിലേക്ക് നയിച്ച നായകൻ ഹർമൻപ്രീത് സിംഗ്, പാരാലിമ്പിക്സ് ഹൈ ജമ്പിൽ സ്വർണം നേടിയ പ്രവീൺ കുമാർ എന്നിവർക്കാണ് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. 18-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായ ഗുഗേഷ് ഇനി ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളുമാകും. പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗിലെ ഇരട്ട മെഡൽ നേട്ടമാണ് മനു ഭാക്കറിനെ ഖേൽരത്ന പുരസ്കാരത്തിന് അർഹയാക്കിയത്. അപേക്ഷിച്ചില്ലെന്ന കാരണത്താൽ അവാർഡ് നിർണയ കമ്മിറ്റി മനുവിനെ പുരസ്കാരത്തിന് നിർദ്ദേശിച്ചിരുന്നില്ല. സംഭവം വിവാദമായതോടെ കായിക മന്ത്രാലയം നേരിട്ടിടപെട്ട മനുവിന് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചെന്നാണ് വിവരം. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർക്കാണ് അർജുന അവാർഡ്. പാരീസ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് മെഡൽ ജേതാക്കളാണ് അർജുന അവാർഡ് ലഭിച്ചവരിൽ ഏറെയും. റിയോ, ടോക്കിയോ ഒളിമ്പിക്സുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച താരമാണ് സജൻ പ്രകാശ്. മലയാളി ബാഡ്മിന്റൺ കോച്ച് S. മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം സമ്മാനിക്കും. കായിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 17-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്പോർട്സ് ഡെസ്ക് 24. നാളെ തുടങ്ങുന്ന സിഡ്നി ടെസ്റ്റിൽ നിന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പിന്മാറി. മോശം ഫോമിനെ തുടർന്നാണ് രോഹിത്തിന് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും. ബാറ്റർ എന്ന നിലയിലും നായകനെന്ന നിലയിലും പരാജിതനായ രോഹിത് ശർമ്മ വിമർശനങ്ങൾ ഉൾക്കൊണ്ട സിഡ്നി ടെസ്റ്റിൽ നിന്ന് സ്വയം പിന്മാറി. ആരാധകരോഷത്തിനൊപ്പം ഡ്രസ്സിംഗ് റൂമിലെ പൊട്ടിത്തെറികളും രോഹിത്തിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. സ്വന്തം നാട്ടിൽ ചരിത്രത്തിലാദ്യമായി ന്യൂസിലാൻഡിനെതിരെ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയ ടീം ഇന്ത്യ ബോർഡർ ഗാവാസ്കർ പരമ്പരയിൽ 1-2 പിന്നിലാണ്. രോഹിത് നയിച്ച 2 കളികളിലായിരുന്നു ടീമിന്റെ തോൽവി. ബാറ്റർ എന്ന നിലയിലാണ് രോഹിത് കൂടുതൽ നിരാശപ്പെടുത്തിയത്. 5 ഇന്നിംഗ്സിൽ 6.2 ശരാശരിയിൽ നേടാനായത് വെറും 31 റൺസ്. രോഹിത്തിന് പകരം ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും. രോഹിത് വിട്ടുനിന്ന പെർത്ത് ടെസ്റ്റിൽ ബുംറയ്ക്ക് കീഴിൽ ഇന്ത്യ ജയിച്ചിരുന്നു. ശുഭ്മാൻ ഗിൽ രോഹിത്തിന് പകരം ആദ്യ 11-ൽ എത്തുമെന്നാണ് വിവരം. ആകാശ് ദീപിന് പകരം പേസ് നിരയിലേക്ക് പ്രസീദ് കൃഷ്ണ ടീമിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബോർഡർ ഗാവാസ്കർ ട്രോഫി നിലനിർത്താനും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യത കാക്കാനും ഇന്ത്യക്ക് സിഡ്നി ടെസ്റ്റിൽ ജയം അനിവാര്യമാണ്.
സ്പോർട്സ് ഡെസ്ക് 24. സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്ു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. കേരളത്തിന്റെ 23ാമത് ഗവർണറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പത്നി അനഘ അർലേക്കറിനൊപ്പം കേരളീയ വേഷം ധരിച്ചാണ് രാജേന്ദ്ര അർലേക്കർ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രാഷ്ട്രപതിയുടെ നിയമന ഉത്തരവ് വായിച്ചു. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുതിയ ഗവർണറെ അനുമോദിച്ചു. മന്ത്രിമാരെയും സ്പീക്കറെയും മുഖ്യമന്ത്രി ഗവർണർക്ക് പരിചയപ്പെടുത്തി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗവർണർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലുള്ളപ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുക്കാതെ പുതിയ ഗവർണറോട് മുൻവിധിയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.